1886 വിൻസെന്റ് വാൻഗോഗ് വരച്ച ഈ ഒരു ഷൂസിന്റെ പെയിന്റിംഗ് കണ്ടിട്ടുണ്ടോ? പഴകി ദ്രവിച്ച് ദയനീയത തോന്നിപ്പിക്കുന്ന, നമ്മളെയൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വല്ലാത്ത ചിത്രമാണിത്. ഈ ചിത്രത്തെക്കുറിച്ച് പിന്നീട് ഒരുപാട് മനഃശാസ്ത്ര പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നടന്ന് തളർന്നു പോയ, പലയിടത്തു നിന്ന് നിരാശകൾ ഏറ്റുവാങ്ങി തിരിച്ചു നടക്കേണ്ടി വന്ന ഒരാളുടെ ജീവിത കഥയാണ് ഈ പെയിന്റിംഗ് വിളിച്ചു പറയുന്നത് എന്നാണ് ചില മനഃശാസ്ത്ര പഠനങ്ങൾ പറയുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന പാട്ടുകാരും അഭിനേതാക്കളും സംവിധായകരും കവികളും എഴുത്തുകാരും ഒന്നും ഒരു ദിവസം കൊണ്ട് പ്രശസ്തരായവരല്ല. എത്രയോ കാലം അവസരങ്ങൾ ചോദിച്ച് പലയിടങ്ങളിലും അപേക്ഷിച്ച് നടന്നവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ പാഷൻ കൃത്യമാണെങ്കിൽ, നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് 100% വിശ്വാസമുണ്ടെങ്കിൽ അന്വേഷിച്ച് അലഞ്ഞു നടക്കുക. പരാജയങ്ങളുടെ പരമ്പരകൾ തന്നെ ഏറ്റുവാങ്ങി ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രത്തിന്റെ പരമോന്നത പദവിയിലേക്ക് ഉയർന്ന എബ്രഹാം ലിങ്കൺ ആയിരിക്കണം നമ്മുടെയൊക്കെ മോട്ടിവേറ്റർ. 1832 തോന്നുന്നു തനിക്കുണ്ടായിരുന്ന ജോലി പോലും നഷ്ടപ്പെട്ട കാലം മുതൽ 1860 അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് മാറുന്ന കാലം വരെ എബ്രഹാം ലിങ്കൺ കടന്നുപോയ തോൽവികളുടെ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ കയറിയിട്ട് ഒന്ന് പരിശോധിച്ചാൽ മതി. അതെല്ലാം വായിക്കുമ്പോൾ വീണ്ടും നടക്കാനുള്ള ഷൂ വലിച്ചു കയറ്റാനുള്ള ആവേശം താനേ നമ്മളിലേക്ക് വന്നു ചേരും. അതുകൊണ്ട് ആരൊക്കെ നിരാശപ്പെടുത്തി കഴിഞ്ഞാലും ഷൂ തേയുന്നത് വരെ നടക്കുക, മുന്നിലേക്ക് നടക്കുക.